ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് തുളസി. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് കുക്കിംഗ് ഇല്ല, ജസ്റ്റ് ഒരു ലസ്സി. അപ്പോൾ മാങ്ങ കൊണ്ടുള്ള ലസ്സിയാണ്. മാങ്ങ എന്ന് വെച്ചാൽ അതായത് നല്ല പഴുത്ത മാങ്ങ കൊണ്ടുള്ള ലസ്സിയാണ് ഉണ്ടാക്കുന്നത്. പച്ചമാങ്ങ കൊണ്ടുള്ള ലസ്സി ഞാൻ ഉണ്ടാക്കി തരാം. അതിപ്പോഴല്ല, പച്ചമാങ്ങ കിട്ടട്ടെ, ആ സമയത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഒരുപാട് ന്യൂട്രീഷൻസ് ഉള്ള ഒരു ഫ്രൂട്ടാണ് മാംഗോ. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് ദഹിക്കാത്ത വല്ല പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാംഗോ കഴിക്കുക. അതിൽ ആസിഡ്സ് ഒരുപാടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡൈജഷൻ പെട്ടെന്ന് തന്നെ നടക്കും. ഇതിനും ഹൃദയത്തിനൊക്കെ എന്താ പറയുക, അതിൻ്റെയൊക്കെ ആരോഗ്യത്തിന് മാംഗോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ക്യാൻസർ വരുന്നതിനെ പ്രതിരോധിക്കും മാംഗോ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാംഗോ മടിക്കാതെ കഴിച്ചോ, കാരണം ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ മാംഗോയിലുണ്ട്. റോ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ജ്യൂസാക്കിയിട്ടോ അല്ലെങ്കിൽ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കുക. അപ്പോൾ മാംഗോ എന്ന് വെച്ചാൽ പെട്ടെന്ന് അബ്സോർബ് ആവുന്ന ഒരു ഫുഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ണം വയ്ക്കണം നിങ്ങൾ ആഗ്രഹമുള്ള ആളാണെങ്കിൽ മാങ്ങ ഇഷ്ടം പോലെ കഴിച്ചാൽ മതി, പെട്ടെന്ന് വണ്ണം വയ്ക്കും. അപ്പോൾ മാംഗോ കഴിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ മിൽക്ക് ഷേക്കായിട്ടും അതുപോലെ കുറച്ച് റിച്ച് ഫുഡായിട്ട് മാംഗോ കഴിക്കുക. അപ്പോൾ ഒരു 150 ഗ്രാം മാംഗോ എങ്കിലും നിങ്ങൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റ് കൂട്ടാൻ സാധിക്കും. ഷുഗർ ഉള്ളവർക്കും മാംഗോ കഴിക്കാം, കാരണം മാംഗോ കഴിക്കുന്നതുകൊണ്ട് ഷുഗർ ഉള്ളവർക്ക് പ്രോബ്ലം ഇല്ല. ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാടുണ്ട്. അപ്പോൾ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്, മുടിക്ക് ഒക്കെ വളരെ നല്ലതാണ് മാംഗോ. മാംഗോ കൊണ്ടുള്ള ഫേസ് പാക്ക്, ഹെയർ പാക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. മാംഗോയിൽ ഒരുപാട് മിനറൽസും വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, ഇതൊക്കെ മാംഗോയിലുണ്ട്. മാത്രമല്ല പൊട്ടാസ്യം, കോപ്പർ, അതുപോലെ മഗ്നീഷ്യം, ഇതെല്ലാം, ഈ ധാതുക്കളെല്ലാം മാംഗോയിലുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഓവറോൾ ഹെൽത്തിന് മാംഗോ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ലസ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്നൊരു ഇൻട്രോ നിങ്ങൾക്ക് പറയുന്നതേ ഉള്ളൂ. മാംഗോ അത്രയും നല്ലൊരു ഫ്രൂട്ടാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തണുത്ത സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നല്ല തണുത്ത ലസ്സി കുടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഉണ്ടാക്കിയിട്ട് തണുക്കാൻ വേണ്ടി കുറച്ച് നേരം വെക്കേണ്ടി വരും. അപ്പോൾ ആ ജ്യൂസ് അടിച്ചുടനെ കുടിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മഴ ഏകദേശം പെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം. നന്നായി പഴുത്ത 2 മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് നമുക്കിതിന് ആദ്യം ആവശ്യമുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ തൈര് നല്ല കട്ടത്തൈരാണ് വേണ്ടത്. അതില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏത് തൈര് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ തൈര് ഒരു 4-5 ടേബിൾ സ്പൂണ്, അതായത് ടേബിൾ സ്പൂൺ നിറയെ എടുക്കണം. പിന്നെ ഉള്ളത് പാലാണ്. പാല് നമ്മൾ അതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമുക്ക് ഈ ജ്യൂസ് എത്ര ലൂസിലാണോ എടുക്കേണ്ടത് അത്രയും പാല് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ശർക്കരയാണ് നമ്മളിവിടെ എടുക്കുന്നത്. 2 ശർക്കര എടുത്തിട്ടുണ്ട്. അതുകൂടാതെ മാങ്ങയും നമ്മുടെ ഉണക്കമുളകും ചെറിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ ഏലക്കായ ഒരു ഏലക്കായ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ ഉപ്പ്, നമ്മൾ മധുരമുള്ള എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും അതിൽ ഒരു നുള്ളു ഉപ്പ് ചേർക്കണമെന്നാണ്. അപ്പോൾ ഉപ്പ്. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ ഇത്രയാണ്. അപ്പോൾ നമുക്കിനി ഇത് ജ്യൂസാക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലെന്ത് ചെയ്യാം, നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ മാങ്ങയാണ് ഇടുന്നത്. അപ്പോൾ ഈ മാങ്ങ നമ്മൾ നാരില്ലാത്ത മാങ്ങ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അരിക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ ഇടാൻ പോണതെന്ന് വെച്ചാൽ ശർക്കരയാണ്. അപ്പോൾ ഈ ശർക്കര നമുക്കൊന്നുകിൽ ശർക്കര പാവാക്കിയിട്ട്, അതായത് ശർക്കര സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാനിതിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ശർക്കര ചീകി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഇത് ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ചെയ്താൽ മതി. ഞാൻ ഒരു കത്തി വെച്ചിട്ടാണ് ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏലക്കായ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏലക്കായ ഇടുന്നത്, ഒരു ഏലക്കായ ഇടുന്നുള്ളൂ. അത് ഏലക്കായയുടെ ഒരു ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമുക്കതിൽ ഇടേണ്ട ഏലക്കായയുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശർക്കര ഏകദേശം നല്ല കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇതിൽ പാലും തൈരും ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ലസ്സി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാലും തൈരും വെള്ളവും അതുപോലെ മാംഗോ
ഇതൊക്കെ നന്നായിട്ട് തണുപ്പിച്ചത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നല്ല തണുത്ത ലസ്സി കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ തൈര് ഒഴിക്കാൻ പോവുകയാണ്. തൈര് എപ്പോഴും നമ്മൾ ഇങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പുളി കുറഞ്ഞ തൈര് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതില്ലാത്തവർ ഉള്ളത് ഉപയോഗിക്കാം കേട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇനി പാലൊഴിക്കാൻ പോവുകയാണ്. പാൽ ഇതേപോലെ ഒരു 2 ബൗൾ ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പാലും കംപ്ലീറ്റ് ഒഴിച്ചു. ഇനി ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ ഉപ്പിടുകയാണ്. അപ്പോൾ ഒരു നുള്ള് ഉപ്പാണ് ഇടുന്നത്. അപ്പോൾ അതിട്ടു. അപ്പം മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഏലക്കായ ഇടാം. ഏലക്കായ ഞാനതിൻ്റെ തൊലി ഒഴിവാക്കിയിട്ട് കുരു മാത്രമാണ് ഇടുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വനില എസൻസ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ എന്ത് ഫ്ലേവർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇട്ടു. ഇനി ഇതിൽ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. കാരണം പാല് ഇത് പോരാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2 ബൗളേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നന്നായിട്ട് ജ്യൂസാക്കണം. അപ്പോൾ ചെയ്യാം. കണ്ടില്ലേ, നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അതായത് മാംഗോ ലസ്സി. അപ്പോൾ നമുക്കിനി ഇത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു മേസൺ ജാറും പിന്നെ 2 കുഞ്ഞു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കേട്ടോ. നല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പാല് കുറച്ച് ചേർത്തെടുത്താൽ മതി. ആ ഒരു ബൗള്, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ഈ കുഞ്ഞു ഗ്ലാസ്സിലും കൂടി ഒഴിക്കാം. അത്രയേ ഉള്ളത്. അപ്പോൾ അവസാനമായിട്ട് ഈ മുളക് വെച്ചിട്ട് ഞാൻ ഒന്ന് ഗാർണിഷ് ചെയ്യാണ്. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം കേട്ടോ. നട്ട്സും ക്രീമോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും. അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക, ഇന്നതന്നെ വേണമെന്നൊന്നുമില്ല. ഞാനിവിടെ മാംഗോ ചെറിയ പീസാക്കിയിട്ട് അതും മുളകും. അപ്പോൾ ഈ മുളക് ഇട്ടെന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുടിക്കുമ്പോൾ ഒരു ചെറിയൊരു എരിവും കൂടി ഉണ്ടാവും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ലസ്സി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ലസ്സി ഇഷ്ടമാവുന്നവർക്ക് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും. നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. ശരിക്കും മാങ്ങ വേനൽക്കാലത്താണെങ്കിലും ഈ സമയത്തും കിട്ടുന്നുണ്ട്. ഇപ്പം മഴക്കാലം സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. മഴ ശക്തി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ചാർന്നേ ഉള്ളൂ, പക്ഷേ പെട്ടെന്ന് ആയിരിക്കും ചിലപ്പം നന്നായിട്ട് പെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.